നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFിൻ്റെ വലിയ വിജയം അത് സംസ്ഥാനത്തെ ഇടത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഫലമായിട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ സമയത്ത് വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വന്ന സമയത്തും BJPക്ക് 3 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ നേട്ടമാണ്. ഒരുപക്ഷെ ചില സർവേകളൊക്കെ തന്നെ 3 മുതൽ 11 സീറ്റുകൾ വരെ BJPക്ക് ലഭിക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അതിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും UDFന് ലഭിക്കുകയും ചെയ്യുന്ന സമയത്ത് പോലും ഒരു മൂന്നാം ശക്തിക്ക് 3 സീറ്റുകൾ കേരളത്തിൽ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസത്തിന് വക നൽകുന്നതാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. 2016 BJPക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു എന്നാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. പക്ഷേ അങ്ങനെ പൂട്ടിച്ച അക്കൗണ്ടിൽ നിന്ന് 1 നിന്ന് 3 വർദ്ധിപ്പിക്കാൻ BJP കഴിഞ്ഞിരിക്കുന്നു. 6 സീറ്റുകളിൽ അവർ 2ാം സ്ഥാനത്താണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേമത്തിന് വിജയിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ കഴക്കൂട്ടത്ത് വിജയിച്ചു. അതേപോലെ തന്നെ ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയിച്ചു. ഈ 3 നേട്ടവും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. V മുരളീധരൻ വർഷങ്ങളായിട്ട് കഴക്കൂട്ടത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഗോപകുമാറും തൻ്റെ മണ്ഡലമായ ചാത്തന്നൂരിൽ കഴിഞ്ഞ 2 തവണയും അദ്ദേഹം മത്സരിച്ച് 2ാം സ്ഥാനത്ത് വന്നതാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ സമീപകാലത്താണ് തിരുവനന്തപുരത്തേക്ക് വന്നത്. അദ്ദേഹം നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായിരുന്നു. എന്തുതന്നെയായാലും കേരളത്തിലെ BJPക്ക് ആശ്വസിക്കാൻ വകയുള്ളതാണ് ഈ നേട്ടങ്ങളൊക്കെ. കാരണം 2 മുന്നണികൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ ദ്വിമുന്നണി രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ബൈപോളാർ പൊളിറ്റിക്സിൻ്റെ രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. 1977 ആദ്യമായിട്ട് അങ്ങനെ ഒരു ബൈപോളാർ പൊളിറ്റിക്സിൽ തന്നെ തുടർഭരണമില്ലാതാവുന്നത്. അതുവരെ എല്ലാ തവണയും മാറി മാറി ഇവിടുത്തെ പാർട്ടികൾ ഭരിക്കുന്നതാണ് കണ്ടത്. 1977 മാത്രമാണ് അന്നത്തെ ഐക്യകക്ഷികൾ ഭരണം തുടരുന്നത്. പിന്നീട് 2016 അധികാരത്തിലേറ്റ പിണറായി വിജയൻ സർക്കാർ 2021 വീണ്ടും അധികാരത്തിൽ വരുന്നു. സാധാരണഗതിയിൽ ചരിത്രപരമായി ഊഴം അവിടെ 2021 ഭരിക്കേണ്ടത് UDFിൻ്റെതായിരുന്നു. പക്ഷേ അത് അവിടെ LDFന് ഭരണം കിട്ടുകയായിരുന്നു. LDF സർക്കാരിൻ്റെ ഭരണത്തിലെ കുഴപ്പങ്ങൾ, അതിലെ അഴിമതി, സ്വജനപക്ഷപാതം, അത് അതിശക്തമായിട്ടുള്ളത് കൊണ്ടാണ് ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടാകുകയും UDF അധികാരത്തിലെത്താൻ ചെയ്യുകയും കഴിഞ്ഞത്. പക്ഷേ നമുക്കറിയാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് വ്യക്തമാവും, കേരളത്തിലൊരു ന്യൂനപക്ഷ കേന്ദ്രീകരണം നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വടക്കൻ കേരളത്തിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പേരാമ്പ്ര പോലുള്ള മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ TP രാമകൃഷ്ണൻ വരെ പരാജയപ്പെടുന്നു. അതേപോലെ തന്നെയാണ് മറ്റ് കാസർഗോഡ് ജില്ലയിലെ തന്നെ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങൾ, ഇവിടെയൊക്കെ തന്നെ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് നേരെ UDFന് പോയിരിക്കുകയാണ്. മുമ്പൊക്കെ 2016 2021 തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷങ്ങളുടെ ചെറിയൊരു വിഭാഗം വോട്ട് LDFന് ലഭിച്ചിരുന്നു. പക്ഷേ ഇത്തവണ പൂർണ്ണമായിട്ടും മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് UDFനാണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ 16 സീറ്റും അവർ നേടുകയാണ്. പൊന്നാനിയെ പോലെ തന്നെ CPMൻ്റെ കോട്ടകളൊക്കെ ഇല്ലാതാവുന്നു. അതേപോലെ തന്നെ താനൂരിൽ വിജയിച്ചിരുന്ന മന്ത്രി അബ്ദുറഹിമാൻ, അദ്ദേഹം തിരൂരിൽ മത്സരിക്കുന്നു, അദ്ദേഹം തിരൂരിൽ പരാജയപ്പെടുന്നു. അതേപോലെ തന്നെ KT ജലീൽ പരാജയപ്പെടുന്നു. അങ്ങനെ എവിടെയൊക്കെയാണോ ഇടതുപക്ഷം സ്വാധീനം ഉറപ്പിച്ചിരുന്നത് മലപ്പുറം ജില്ലയിൽ, അവിടെയൊക്കെ തന്നെ UDF ആ സ്വാധീനം തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിൽ നമുക്ക് കാണാൻ കഴിയും. വയനാട് ജില്ലയിൽ ഒരു സീറ്റിൽ ഉണ്ടായിരുന്നു, ആ സീറ്റും അവർക്ക് പോയി. കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂരിൽ മാത്രമാണ് CPM ജയിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 ജയിച്ചിരുന്ന LDFന് ഒരേ ഒരു സീറ്റാണ് കിട്ടിയിരുന്നത്. അത് ബേപ്പൂരിലാണ്. അതും എതിർ സ്ഥാനാർത്ഥി PV അൻവർ ആയതുകൊണ്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ നിരീക്ഷകർ പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹവും പരാജയപ്പെട്ടത്. അപ്പം CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ല, അതേപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ്. അതേസമയത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള എല്ലാ ജില്ലകളിലും പൂർണ്ണമായിട്ടും CPMനെ തിരസ്കരിക്കുന്നൊരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം BJP കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പദ്ധതി നടത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൽ കാര്യമായ നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. ഇപ്പം
ബി ജെ പിക്ക് സ്വാഭാവികമായി കിട്ടേണ്ട വോട്ടുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ബി ജെ പിയുടെ കിട്ടുന്ന വോട്ടുകളിൽ സ്വാഭാവികമായി ഉണ്ടായ വളർച്ച മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയത്. വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളൊന്നും തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷം, ബി ജെ പി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ഔട്ട്റീച്ച് പ്രോഗ്രാമുകളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഫലവത്തായില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഒരു ഭാഗത്ത് സി പി എമ്മിൻ്റെ ഒരു ക്രൈസിസ്, അത് അവരെ സംബന്ധിച്ചിടത്തോളം, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അത് ബി ജെ പിക്ക് അത് അനുഗുണമായിട്ട് മാറും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാരണം നേരത്തെ ബി ജെ പിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു അസ്പൃശ്യതയുണ്ടായിരുന്നു, പാർട്ടി പ്രവർത്തകർക്കിടയിൽ അസ്പൃശ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ മാത്രമാണ് അവർ ബി ജെ പിയെ ശക്തമായിട്ട് എതിർക്കുന്നത്. കോൺഗ്രസ്സുകാരോ ക്രിസ്ത്യൻ ന്യൂനപക്ഷമോ ബി ജെ പിക്കാരോ സി പി എമ്മുകാരോ തന്നെ ബി ജെ പി അത്ര കാര്യമായിട്ട് എതിർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എം തകരുന്ന സമയത്ത് സ്വാഭാവികമാണ്, കാരണം കേരളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു ഹിന്ദു പാർട്ടിയായിരുന്നു സി പി എം. ഇപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യമായ നടപടികൾ അവർ സ്വീകരിച്ചിരുന്നെങ്കിലും, ചില നേതാക്കന്മാർ അവർക്കുണ്ടായിരുന്നെങ്കിലും, അല്ലെങ്കിൽ ചില പ്രവർത്തകരുണ്ടായിരുന്നെങ്കിലും സി പി എമ്മിലേക്ക് വലിയ തോതിൽ അണികൾ പോയിരുന്നില്ല. പക്ഷേ ആ അണികളൊക്കെ തന്നെ തിരിച്ച് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്രൈസിസിലേക്കാണ് സി പി എം പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.